ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ശ്രേഷ്ഠവും അനുഗ്രഹമേറിയതായ ഈ 2024 ഫെബ്രുവരി മാസം 18-ാം തീയതി ഈ കർത്തൃദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവമക്കളുമായി കർത്താവിൻ്റെ വചനങ്ങളെ പങ്കുവയ്ക്കുവാൻ പ്രാണനാഥൻ എനിക്ക് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ സകല മഹത്വവും ദൈവത്തിന് നൽകുകയാണ്. മാത്രമല്ല, ഞങ്ങളുടെ സ്വർഗീയ സന്ദേശമെന്ന ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹീത മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ കർത്തൃദിവസത്തിൻ്റെ പ്രഭാതത്തിലെ ധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് പത്രോസ് സഭയ്ക്ക് എഴുതുന്ന 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ആണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, 2 പത്രോസ് 3-ന്റെ 9-ാം വാക്യം: ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോടുകൂടെ ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഇവിടെ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിന് ഇനി താമസമില്ല എന്ന് പത്രോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വിളിച്ച് അറിയിക്കുകയാണ്. കർത്താവിൻ്റെ വരവിന് ഇനി താമസമേറെയില്ല. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ വരും കർത്താവിൻ്റെ വരവ്, ആമേൻ, യേശു വരാറായി, എന്തുകൊണ്ട് യേശു വരുന്നില്ല എന്ന് പല വ്യക്തികളും ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ആ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മൾ ഒന്നറിയേണ്ടത്, കർത്താവിൻ്റെ വരവിന് മുമ്പ് ചില അടയാളങ്ങൾ ഈ ഭാരതത്തിൽ അല്ലെങ്കിൽ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടതായ ഈ ലോകത്തിൽ സംഭവിക്കും, ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുമെന്ന് ഈ വിശുദ്ധ വചനത്തിൽ എൻ്റെ കർത്താവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചിലർ താമസിച്ച് കർത്താവ് വരും എന്ന് വിചാരിക്കുന്നത് പോലെ അല്ല. അല്പം കൂടെ കർത്താവ് താമസിക്കുന്നതിൻ്റെ കാരണം എല്ലാവരും മാനസാന്തരപ്പെട്ട്, എല്ലാവരും കർത്താവിൻ്റെ വ്യവസ്ഥകൾ അംഗീകരിച്ച്, എല്ലാവരും സ്നാനപ്പെട്ട് കർത്താവിൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടണം. അതിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദീർഘക്ഷമ ആണ് കർത്താവിൻ്റെ വരവിന് പ്രാധാന്യം. അവൻ ദീർഘക്ഷമ കാണിക്കുന്നത് മാനസാന്തരപ്പെടേണ്ട എല്ലാ പ്രിയപ്പെട്ടവരും മാനസാന്തരപ്പെടണം. അതുകൊണ്ടവൻ ദീർഘക്ഷമ കാണിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നാം എല്ലാവരും ഈ അന്ത്യകാലഘട്ടത്തിൽ യേശുവിൻ്റെ വരവിന് മുമ്പുള്ള ഈ അടയാളങ്ങളെക്കുറിച്ച് നാം വ്യക്തമായി നമ്മൾ മുഖാമുഖമായി അത് കാണുകയാണ്. രാജ്യങ്ങളോടും മതങ്ങളോടും മനുഷ്യനോടും യുദ്ധങ്ങളും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. പട്ടിണി, ക്ഷാമം, ഭൂകമ്പം, ഇങ്ങനെയുള്ള അനവധി സംഭവങ്ങൾ യേശുവിൻ്റെ വരവിന് മുമ്പ് നടക്കുമെന്ന് സ്വത്രം വേദപുസ്തക പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ അന്ത്യകാലഘട്ടത്തിൽ ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞു, അന്ത്യകാലഘട്ടത്തിൽ ന്യായാസനത്തിൽ ഇരിക്കുന്നവർക്ക് എങ്ങനെ ഭരിക്കണം എന്നറിയാതെ അവരുടെ സുബോധം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴും സ്തോത്രം മത്തായി സുവിശേഷം 24 നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം അവിടെ ഇങ്ങനെ കാണുന്നു, അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കലായിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവിൻ. ഹല്ലേലൂയ, നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നാം എല്ലാവരും കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടേണ്ടത് ഏറ്റവും അത്യന്ത അപേക്ഷിതമാണ്. ഹല്ലേലൂയ. അവിടെ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എത്ര സ്തോത്രം വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം.
ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ വരവിന് മുമ്പായി കർത്താവിന് വേണ്ടി നമ്മൾ ഒരുക്കപ്പെട്ട് നല്ല വിശുദ്ധിയോടുകൂടെ ജീവിക്കണം. നല്ല ഒരു ആത്മീക ജീവിതം നമ്മളിൽ നിന്ന് ഉടലെടുത്തു വരണം. ഹല്ലേലൂയ. മാത്രമല്ല ദൈവഭക്തി നമ്മൾ മുറുകെ പിടിക്കണം. ഒന്ന്, നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണം. രണ്ട്, ദൈവഭക്തിയെ നമ്മൾ മുറുകെ പിടിക്കണം. കർത്താവിൻ്റെ ഈ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതായ ഈ കാലയളവിൽ നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിനായി സമർപ്പിക്കപ്പെടണമെന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതാണ് ഇവിടെ വേദപുസ്തകത്തിൽ പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന യാതൊരു മനുഷ്യനുമല്ല, എൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യം കരസ്ഥമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാനസാന്തരപ്പെട്ടു, നല്ലത് തന്നെയാണ്. സ്നാനപ്പെട്ടു, നല്ലത് തന്നെയാണ്. കർത്താവിന് വേണ്ടി നമ്മൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ തന്നെ നമ്മളോട് ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങളെ ദൈവം വിളിച്ച വിളിക്കൊത്തവണ്ണം കർത്താവിൽ നിങ്ങൾ നിലനിൽക്കണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ കർത്തൃദിവസത്തിൻ്റെ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് ദൈവാലോചന പറയാനുള്ളത്, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ തന്നെ ആമേൻ, മാനസാന്തരപ്പെടേണ്ടവർ മാനസാന്തരപ്പെടണം. കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടേണ്ടവർ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടണം. ഹല്ലേലൂയ. എത്രയും വേഗത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതണം. കർത്താവ് കടന്നു വരുന്നത് ദൈവവചനം കേട്ട് അനുസരിക്കാതെ ആമേൻ തോന്നിയതുപോലെ ജീവിക്കുന്നവരെ ചേർക്കുവാനല്ല. യേശു കർത്താവ് കടന്നു വരുന്നത് ആമേൻ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വരുമ്പോൾ ദൈവമുണ്ടാക്കിയ ഈ സകല മനുഷ്യരും, ഹല്ലേലൂയ, വേദപുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു, സകല മനുഷ്യരെയും ഞാൻ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരും. ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത് സകല മനുഷ്യരെയും ദൈവത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുവരും. നോക്കുക പ്രിയ ദൈവമക്കളെ, ദൈവവചനം കേട്ട് അനുസരിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതി വേർപാടിലും വിശുദ്ധിയിലും ജീവിക്കുന്ന ദൈവമക്കളോട് വേദപുസ്തകം പറയുന്നു, എന്നാൽ വലത്തുള്ളവരെ കുറിച്ചാണത് രേഖപ്പെടുത്തുന്നത്. വേദപുസ്തകത്തിൽ, എന്നാൽ ആമേൻ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ട ആ നിത്യരാജ്യത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുവിൻ. എന്നാൽ ആമേൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് വീണ്ടും മദ്യപാനത്തിനും മയക്കുമരുന്നിനും ജഡത്തിലെ ആമേൻ സ്വഭാവത്തിലും ജീവിക്കുന്ന പ്രിയപ്പെട്ടവര്, വേദപുസ്തകം പറയുന്നു, അവർ ഇടത്തുള്ളവരാണ്, അവർ ആമേൻ കോലാടുകളാണ്, അവർ ദൈവവചനം കേട്ടിട്ടും അനുസരിക്കാത്തവരാണ്. അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് നിത്യ നരകമെന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കർത്തൃദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വരവ് ആമേൻ ഇനി താമസിക്കുകയില്ല. വരുവാനുള്ളവൻ വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ആമേൻ കടന്നു വരാത്തതെന്നൊരു ചോദ്യം അവിടെ ഉയരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇനി ചിലർ മാനസാന്തരപ്പെടണം, അതിനു വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആമേൻ സ്തോത്രം, മാനസാന്തരപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ ഒരുപക്ഷേ എൻ്റെ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ അവരോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇനി ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബനാഥനോ അല്ലെങ്കിൽ കുടുംബത്തിലെ മാതാവോ നിങ്ങളുടെ മക്കളോ ആരെങ്കിലും ഇനി കർത്താവിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ല എങ്കിൽ അവരെയും ഈ പ്രഭാഷണത്തിലൂടെ എത്രയും പെട്ടെന്ന് ഹല്ലേലൂയ നാം കർത്താവിന് വേണ്ടി അവരെ ഒരുക്കപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. യോഹന്നാൻ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, പ്രിയ ദൈവമക്കളെ, 3:10 നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, ആമേൻ അല്ലല്ല മാനസാന്തരപ്പെടാതിരുന്നാൽ വൈദ്യനായ ലൂക്കോസ് പറയുന്നു, നിങ്ങൾ ഇങ്ങനെ തന്നെ നശിച്ചു പോകും. പ്രിയ ദൈവമക്കളെ, ഒരു നശിക്കുവാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ ഈ ഭൂമുഖത്ത് ആക്കി വച്ചിരിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ വചനമനുസരിച്ച് ആമേൻ ആ വചനത്തെ ഭക്ഷിച്ചും പാനം ചെയ്ത് ആത്മാവിൽ
ജീവനുള്ളവരായി കർത്താവ് വരുമ്പോൾ, ആ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുമ്പോൾ അവനോടൊപ്പം അവൻ്റെ ഭവനത്തിൽ എത്തിച്ചേരേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പ്രിയ ദൈവമക്കളെ ഇവിടെ വചനം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളാരും നശിച്ചു പോകുന്നത് നമ്മുടെ ദൈവത്തിന് ഇഷ്ടമില്ല. ദൈവമുണ്ടാക്കിയ ദൈവത്തിൻ്റെ ജനം യേശുവിൻ്റെ വരവെങ്കിൽ ദൈവത്തിനായി ഒരുക്കപ്പെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആയതുകൊണ്ട് ഈ ലോകം നമുക്ക് സമാധാനം തരികയില്ല, ലോകത്തിലുള്ളവർ സമാധാനം തരികയില്ല. രാഷ്ട്രീയ തലങ്ങളെല്ലാം സ്തോത്രം ഒരു കുടമെടുത്ത് നമ്മൾ നിലത്തിടുമ്പോൾ ചിതറിപ്പോകുന്നത് പോലെ ചിതറിക്കിടക്കുകയാണ്. സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യാകുലപ്പെട്ട് എല്ലാ തലത്തിലും വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സ്തോത്ര നിയമപാലകരോട് ദൈവാലോചന പറയുവാനുള്ളത്, ഇതിനെല്ലാത്തിനും ഏക ഉത്തരം യേശു ക്രിസ്തുവാണ്. മനസമാധാനം അവൻ തരും. അവൻ നമുക്ക് ധൈര്യം തരും, അവൻ നമുക്ക് ഉറപ്പ് തരും. സകലത്തിൻ്റെ മേലും അവൻ്റെ അനുഗ്രഹങ്ങളെ നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആയതുകൊണ്ട് ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വരവ് താമസിച്ചിട്ടില്ല. അവൻ വരുന്നതിന് മുമ്പുള്ള അടയാളങ്ങൾ ഈ ഇന്ത്യൻ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മഹാദയും മനസ്സലും ആർദ്ര കരുണയുമുള്ള ദീർഘക്ഷമയുള്ള നമ്മുടെ ദൈവത്തിന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. യേശു കർത്താവ് പറയുന്നു, ആരും ദൈവമുണ്ടാക്കിയ ജനമാരും നശിച്ചു പോകരുത്. ആരും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. അങ്ങനെയാണെങ്കിൽ ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ എൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ മാന്യ സഹോദരങ്ങളെ, മാതാവേ, പിതാവേ, യൗവന മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളെ ഉണ്ടാക്കിയ ദൈവം പറയുന്നു, അവൻ വരുമ്പോൾ നമ്മളെല്ലാവരും അവനോടൊപ്പം അവൻ്റെ ഭവനത്തിൽ എത്തിച്ചേരണം. ആയതിനു വേണ്ടി ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള സകല ദൈവഹിതമില്ലാത്ത പ്രവൃത്തികളെയും അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു നല്ല വിശുദ്ധ ജീവിതം നയിപ്പാൻ, ദൈവമായിട്ട് നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ച് അവൻ നമ്മളെ ചേർക്കുവാൻ വരുമ്പോൾ അവനോടൊപ്പം അവൻ്റെ ഭവനത്തിൽ എത്തിച്ചേരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ആയതിനു വേണ്ടിയുള്ള 3 ഉപാധികൾ ഞാനിവിടെ പറഞ്ഞു. വചനം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു. അവൻ ദീർഘക്ഷമ കാണിക്കുന്നത് എല്ലാവരും മാനസാന്തരപ്പെടേണ്ടതിന് വേണ്ടിയാണ്. നമുക്കൊരു മാനസാന്തര ജീവിതം നയിപ്പാനും കർത്താവിൻ്റെ പുസ്തകത്തിൽ വ്യവസ്ഥ അനുസരിച്ച് ഒരുങ്ങി ആ പുസ്തകത്തിൽ പേരെഴുതിക്കൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. മത്തായി സുവിശേഷം 24:41 പറയുന്നു, നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ. യേശു എപ്പോൾ വരുമെന്നറിയത്തില്ല. ആ ദൈവത്തിൻ്റെ വരവിങ്കൽ അവനോടൊപ്പം അവൻ്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ആ പ്രാണനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാദയും മനസ്സലും ആർദ്ര കരുണയുമുള്ള ഞങ്ങളുടെ അരുമൻപുള്ള കർത്താവേ, യേശുവേ, നീ മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു. കർത്താവേ, ആ മനുഷ്യൻ ദൈവ തേജസ്സിനെ നഷ്ടപ്പെടുത്തി കൊള്ളരുതാത്തവരായി തീർന്നുകൊണ്ടിരുന്നു. എന്നാൽ ദൈവമേ, അങ്ങ് ആ മനസ്സൊലിവ് കൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ, ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരു അരുളി ചെയ്തല്ലോ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വരവ് ഒരിക്കലും താമസിക്കുകയില്ല. കർത്താവേ, ഇനിയും ചിലരൊക്കെ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആയതിനു വേണ്ടിയുള്ള ഉപാധികൾ അവിടുത്തെ മക്കളോട് അങ്ങ് സംസാരിച്ചല്ലോ. അപ്രകാരം കർത്താവേ, അവർ ഒരുക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ പുസ്തകത്തിൽ പേരെഴുതി ഒരുങ്ങി നിൽപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവം എല്ലാവരെയും വചനം കേട്ടവരെ സഹായിക്കണം. അതിനായി ഒരുങ്ങുവാൻ അവർക്ക് ആത്മപ്രചോദനം നൽകി അവരെ നിലനിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ബഹുമാനവും ഞാൻ അവിടത്തേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. കർത്താവേ, സമസ്തോപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സ്വർഗീയ സന്ദേശമെന്ന പ്രോഗ്രാം കാണുന്നവരും സ്വത്രം, ഇനി നിങ്ങളെല്ലാവരും ഞങ്ങളുടെ യൂട്യൂബിലൂടെ പ്രോഗ്രാം കാണുക. നിങ്ങളുടെ ഏത് ആവശ്യമായാലും ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇനി നമ്മൾ ഒരുമിച്ച് കൂടി വരും വരെ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.